ഹാപ്പി വെൽക്കം ടു PVM ഗ്ലോബൽ വൺസ് അഗൈൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ NIOS +2 വിഭാഗത്തിൻ്റെ അടുത്തൊരു റിവിഷൻ ക്ലാസ് തേർഡ് പാർട്ട് ആണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പരീക്ഷ ഈ മാസം 29-ാം തീയതിയാണ് എന്നെല്ലാവരും അറിഞ്ഞിരിക്കും. നമുക്കധികം ദിവസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിച്ച ഭാഗം ഒന്നുകൂടി റിവിഷനായിട്ട് പോവുകയാണ്. കാരണം ഞാനിപ്പോൾ എടുക്കുന്ന ഈ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് പല തിരക്ക് കാരണം ചിലപ്പോൾ വീഡിയോ കേൾക്കാനും കാണാനൊന്നും പറ്റാത്തവർക്ക് ഒരു സംക്ഷിപ്ത ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇപ്പോൾ ഈ റിവിഷനിൽ തരുന്നത്. അതിൽ പദാനുപദ തർജ്ജമയൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് എക്സാം പർപ്പസിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുക. പിന്നെ സമയമുള്ളവർ നമ്മുടെ വീഡിയോ ഡീറ്റെയിൽഡ് ക്ലാസ്സിന്റെ വീഡിയോ ഓരോ പാഠത്തിന്റെയും നമ്മൾ PVM ഗ്ലോബലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി വിദ്യാർത്ഥികൾ PVM ഗ്ലോബലിന്റെ ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. PVM ഗ്ലോബലിലെ പല സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. PVM ഗ്ലോബൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തുക, കമന്റ്സുകളെല്ലാം ഇട്ട് തീർക്കുക. മാത്രമല്ല നിങ്ങളെ ഈ വീഡിയോ മൂല്യാധിഷ്ഠമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ് ആയിരിക്കുന്ന 10ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയം ഫോർ എക്സാം പർപ്പസ്. വൺ ക്വസ്റ്റ്യൻ വിൽ ബി ഷുവർലി. ഇത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ പാഠത്തിന് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കവിതയാണ് എന്നുള്ളത് കൊണ്ടാണ്. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഉപജ്ഞാവ് എന്നൊക്കെ നമുക്കറിയാമായിരുന്നു. അല്ല, ഹി വാസ് നമ്പർ 1 ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ കൂടിയായിരുന്നു, പെയിന്റർ ആയിരുന്നു, ചിത്രകാരനായിരുന്നു ടാഗോർ എല്ലാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയിൽ നിന്നെടുത്ത ഒരു ചെറിയ സംക്ഷിപ്ത ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അദ്ദേഹം 1913 നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കാവ്യ സമാഹരണമാണ് ഈ ഗീതാഞ്ജലി എന്ന് പറയുന്നത്. അതിലെ കുറെ കാവ്യ ഭാഗങ്ങളുണ്ട്. അതിലെ ഒരു സ്റ്റാൻസ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പദ്യഭാഗം മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നാണ്. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറഞ്ഞാൽ എവിടെ നിർഭയം മാനസം എന്നാണ്. അതായത് നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭയം അല്ലേ, കുറെ വികാരമാണ്. നമുക്ക് ഓരോരോ വികാരങ്ങളുണ്ട്. സ്നേഹം, ഇഷ്ടം, അതൃപ്തി, ദേഷ്യം, വിദ്വേഷം ഇത്യാദി വികാരങ്ങൾ നമുക്കുണ്ട് അല്ലെ. അപ്പൊ അസൂയ, കുശുമ്പ്, വിദ്വേഷം ഇത്യാദി വികാരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഒരു വികാരമാണ് ഫിയർ, ഭയം. എന്തിനോ ഏതിനോ ഭയക്കുന്നു എന്നുള്ളത്. അപ്പോൾ ടാഗോർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ തൂലിക ഉപയോഗിച്ച് പോരാടിയിരിക്കുന്ന ഒരു സാഹിത്യകാരൻ നിങ്ങൾക്കറിയാം. അദ്ദേഹം തന്റെ പേനയിലൂടെ ഒരുപാട് സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കവിത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നോബൽ പ്രൈസ് കിട്ടിയതായതുകൊണ്ട് ഇതിൽ ഓരോ വരികൾക്കും വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള വരികളാണ്. അപ്പൊ അതുകൊണ്ട് ടാഗോർ ഇതിൽ കുറച്ച് വരികൾ ആലപിക്കുന്നുണ്ട്. വളരെ ഖാതരായ വരികളാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എങ്കിൽ കൂടി അതിന്റെ ചെറുതായിട്ടൊരു വിവരണത്തിലൂടെ നമുക്ക് ഇതിലേക്ക് പോകാം. ഇത് മതി ഒരു പക്ഷേ പരീക്ഷയ്ക്കൊക്കെ ധാരാളമാണ്. നോക്കൂ, ഇവിടെ ടാഗോർ പറയുന്നു, എവിടേക്കായിരിക്കണമേ എന്റെ രാജ്യത്തെ ഉണർത്തേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇറ്റ്സ് എ പ്രയർ സോങ്. ഒരു പ്രാർത്ഥനാ ഗീതം കൂടിയാണ്. തന്റെ ഈ രാജ്യത്തെ അഥവാ ബീഭത്സമായി പേടിയിൽ ആണ്ടുകിടക്കുന്ന ജനതയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ടാഗോർ പാടിയ കുറച്ച് വരികൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം. കാരണം ടാഗോർ അങ്ങ് ഭാരതത്തിൽ ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഭയപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയെ കണ്ടപ്പോൾ ടാഗോർ പാടി വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഒന്നാമത്തെ വരി, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെ നിർഭയമാകുന്നു മാനസം, ശീർഷം ഈ സമുന്നതം. എവിടെയാണോ ശീർഷം സമുന്നതമായി നിൽക്കുന്നത്, ശീർഷം എന്ന് പറഞ്ഞാൽ ഉത്തമാംഗം അഥവാ തല, നിങ്ങളുടെ തല. പലപ്പോഴും പലരും തല കിഴിപ്പോട്ട് കുനിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ എവിടെയാണോ മനസ്സ് നിർഭയമായിക്കൊണ്ട് നിങ്ങളുടെ ശീർഷം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു ജനതയുള്ള അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്കാർ. ഇവിടെ ആദ്യ ഭാഗത്തിൽ ടാഗോർ എവിടേക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്റെ പൊന്നു ദൈവമേ, എന്റെ ഈശ്വര, എന്റെ രാജ്യത്തെ എവിടേക്കായിരിക്കണം ഉണർത്തേണ്ടത് എന്ന് ടാഗോർ പറയുകയാണ് ആദ്യത്തെ 2 വരിയിലെ. എവിടെയാണോ ദ മൈൻഡ്, മനസ്സ് ഇറ്റ്സ് വിത്തൗട്ട് ഫിയർ, നിർഭയമായിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ എന്താണ്, ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശീർഷം തല ഉയർത്തിപ്പിടിച്ചടക്കാൻ പറ്റൂ. പലരും തല കീഴ്പോട്ട് താഴ്ത്തി നടക്കുന്നതാണ്. കാരണം എന്താ, വേറെ ഒന്നുമല്ല, ഭയപ്പെട്ടുകൊണ്ട് എന്ന്. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾ നിവസിക്കുന്ന ഒരു ഭൂഖണ്ഡം. അടുത്ത് പറയുന്നു, വെർ നോളജ് ഈസ് ഫ്രീ. എവിടെ വിജ്ഞാനം സ്വതന്ത്രം. നോളജ് എന്ന അറിവ് അല്ലേ. ഭാരതീയരായിരിക്കുന്ന നമ്മളൊക്കെ
പണ്ട് ഇതിനെ ജംബുദ്വീപ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഭാരതം എന്ന പേര് തന്നെ ഭാനുവാൽ ലഭിക്കപ്പെടുന്ന ഭൂഖണ്ഡം എന്നാണ് ഭാരതം എന്നുള്ളതിന്റെ പേര് തന്നെ. ഭാനു എന്ന് പറഞ്ഞാൽ പ്രകാശം, ജ്ഞാനപ്രകാശത്തിൽ പ്രോജ്വലിതമായിരിക്കുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു പണ്ട് ജംബുദ്വീപ് എന്ന് പറയുന്ന ഈ ഭാരതം. ഇത് അവിടെ ഒരു കാലത്ത് നമുക്കറിയാം ഒരുപാട് വൈജ്ഞാനികമായ ജനങ്ങള് തിങ്ങി വിളങ്ങി പാർത്തിരുന്നു. അന്ന് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നമ്മെ കുറിച്ച് അസൂയാവായിരുന്നു. അന്ന് നമുക്കിട്ട നമ്മുടെ പ്രാചീന മനീഷികൾ നമുക്കിട്ട നമ്മുടെ ഈ ഭൂഖണ്ഡത്തിനിട്ട പേരാണ് മൈ ഡിയർ സ്റ്റുഡൻസ് ഭാരതം എന്ന്. ഭാരതം എന്ന് പറഞ്ഞാൽ ഭാനുവാൽ ലഭിക്കപ്പെടുന്ന അഥവാ പ്രകാശത്താൽ പ്രോജ്വല, എന്ത് പ്രകാശം? ജ്ഞാനപ്രകാശത്തിൽ. അതുകൊണ്ട് പറയാണ്. പക്ഷേ പിന്നീട് ഒരു ഇടക്കാലത്ത് അപജയം സംഭവിക്കുകയും നമ്മുടെ വൈജ്ഞാനിക ക്ഷയം സംഭവിക്കുകയും ചെയ്തപ്പോൾ ടാഗോർ പറയുക, വേർ നോളജ് ഇസ് ഫ്രീ, എവിടെ വിജ്ഞാനം സ്വതന്ത്രമായിരിക്കുന്നു. അതുപോലെ വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾ എന്ന്. എന്താണ് വളരെ അർത്ഥം? വേർ എവിടെയാണോ ദ വേൾഡ്, ഈ ലോകത്തെ, ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ, വെട്ടിമുറിക്കപ്പെടാതിരിക്കുക, ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ, ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ്, നമ്മളെ കഷ്ണമായിട്ട് ബിരിയാണിക്ക് കരച്ചൊക്കെ കട്ട് ചെയ്യുന്നതല്ല, അതേമാതിരി പച്ചക്കറികളൊക്കെ പറഞ്ഞ് കിട്ടുന്ന പോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറെ കഷ്ണങ്ങളെ വെട്ടിക്കുറിച്ചിരിക്കുന്നു അല്ലേ. എത്ര രാജ്യങ്ങളാണ് നമുക്ക്, എത്ര സ്റ്റേറ്റുകളാണ്, 10-29 സ്റ്റേറ്റുകളെല്ലാം ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചിരിക്കുകയാണ്. കേരളം, മധ്യപ്രദേശ്, ഒറീസ, ഇങ്ങനെ എന്തിന്റെ ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്താഗതിയുടെയും പേരിൽ നമ്മുടെ രാജ്യത്തെ കഷ്ണമാക്കി മുറിച്ചിരിക്കുന്നു. പക്ഷെ ടാഗോർ സ്വപ്നം കാണുന്ന നമ്മുടെ ഈ ദേശീയതയിൽ അങ്ങനെ ജാതിയുടെയോ മതത്തിന്റെയോ മറ്റേതെങ്കിലും രീതിയിലോ സംസ്കാരത്തിന്റെയോ പേരിലോ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാതെ ഏകമായ ഒരൊറ്റ രാജ്യമായി നിലകൊള്ളാൻ യുണീക്ക് കൺട്രി ആയിരിക്കണം എന്ന ടാഗോർ പറഞ്ഞു. എവിടെയാണോ വേൾഡ് ലോകത്തെ ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ഫ്രാഗ്മെന്റ്, പീസ് അല്ലെ, മീൻസ് പീസിന് ഇറച്ചി വിട്ടുന്ന കഷ്ണമായിട്ട് പീസ് ഓഫ് നാരോ, എന്തിന്റെ നാരോ ഇടുങ്ങിയ ഡൊമസ്റ്റിക് വാൾ എന്നാണ്. നാരോ ഇടുങ്ങിയ ഡൊമസ്റ്റിക് വാൾ എന്ന് പറഞ്ഞാൽ സങ്കുചിതമാകുന്ന വൻമതിൽക്കെട്ടുകളാൽ. നമ്മളൊക്കെ അധികം പേര് നാരോ ആണ് അല്ലെ. നാരോ ജന ബ്രോഡല്ല, വിശാല മനസ്കരല്ല, ഞാനും എന്റെ ഭാര്യയും അല്ലെങ്കിൽ എന്റെ മതം, എന്റെ രാജ്യം, എന്റെ മാത്രം ജീവിക്കുന്ന നാരോ ഇടുങ്ങിയ ചിന്താഗതികളുടെ ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അവര് സെൽഫിഷ് ആണ്. ബട്ട് ദേ ഷുഡ് നോട്ട് ബി സെൽഫിഷ്, ബട്ട് സെൽഫ്ലെസ് ആയി മാറണം അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്തെ കഷ്ണമാക്കി മുറിക്കപ്പെടാത്ത എന്തിനാണ് വെട്ടിമുറിക്കുമെന്ന് പറയുന്നുണ്ട്? സങ്കുചിത ചിന്താഗതികളാകുന്ന വൻമതിലുകളാണെന്നാണ്. നമ്മുടെ ഈ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ ചിന്തകൾ സങ്കുചിതം തന്നെയാണ്. കാരണം അത് വിശാല മനസ്കർക്ക് മാനവികതയായിരിക്കും ലക്ഷ്യം. അവിടെ പീസ് ആക്കൂല. അതുപോലെ അടുത്ത് പറയുന്നത് വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്സ് ഓഫ് ട്രൂത്ത്, എവിടെയാണോ സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് മാത്രം വാക്കുകൾ ഉരുവിട്ട് പുറത്തേക്ക് വരുന്നെങ്കിൽ അവിടേക്ക് അല്ലെ. സത്യം വദ ധർമ്മം ചര എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. സത്യമേ നമ്മൾ സംസാരിക്കാതോ, നാവിടുത്താൽ സത്യമേ പറയൂ, അസത്യം പറയുന്നവൻ വേരോടെ ഉണങ്ങിപ്പോകും എന്നാണ് ശ്രുതിവാക്യം. അതായത് നമ്മൾ അസത്യം പറഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പൊളിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാ അസത്യ വചനങ്ങളും പൊളിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, യു ഷുഡ് സ്പീക്ക് ട്രൂത്ത്, നിങ്ങൾ സത്യമേ സംസാരിക്കാവൂ. എവിടെയാണോ വേർഡ്സ് വാക്കുകൾ, ഇവിടെ വേർഡാണ് ഉപയോഗിക്കുന്നത്, വേർഡ് തന്നെ വാക്കാണ്, കംസ് ഔട്ട് ആണ് പുറത്തേക്ക് വരിക, ഫ്രം ദ ഡെപ്സ് ആഴം ഓഫ് ട്രൂത്ത്, ഏതാ സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് മാത്രം, എന്നാൽ സത്യത്തിന്റെ ആഴക്കിണറിൽ നിന്ന് മാത്രം വാക്കുകൾ എമേർജ് ചെയ്യണം, ഉയർന്നു വരണം. വേർഡ് should come out, should rise, should emerge from the depths of truth. എവിടുന്ന്? സത്യത്തിന്റെ ആഴത്തിൽ. നമ്മുടെ മനസ്സ് സത്യമയമായിരിക്കണം അല്ലെ. സത്യവാനിൽ നിന്ന് മാത്രമേ സത്യവാക്കുകൾ ഉരുവിടുകയുള്ളൂ. അതാണ് ഗാന്ധിയുടെ തത്വമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, സത്യസന്ധത എന്നുള്ളത്. അപ്പൊ വേർഡ് ഷുഡ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ട്രീ. പക്ഷെ ഗാന്ധിയൊക്കെ പൊന്തിയിരുന്നതിന് മുമ്പ് തന്നെ ടാഗോർ ഈ വചനം ഉദ്ഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ടാഗോറിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ വർഷം അല്ലെങ്കിൽ അത് കാണാനുള്ള യോഗം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പോവുകയുണ്ടായി. അപ്പൊ വേർഡ് ഷുഡ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ട്രൂ. അതുപോലെ അടുത്ത വരികൾ എന്താ പറയുന്നത്? ഇത് അവിടെ പറയുന്നു, ടയർലെസ് സ്ട്രൈവിംഗ് സ്ട്രെച്ചസ് ദം ടുവേർഡ്സ് പെർഫെക്ഷൻ. ആ വരികളൊക്കെ ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കാണപ്പെടാൻ ഹൃദ്യസ്ഥമാക്കി ഒരുക്കുന്നില്ല. എവിടെയാണോ ടയർലെസ് സ്ട്രൈവിംഗ്, അശ്രാന്തമായ പരിശ്രമങ്ങൾ, സ്ട്രെച്ചസ് നീട്ടുക, ഇതിന്റെ കരങ്ങൾ ടുവേർഡ്സ് പെർഫെക്ഷൻ പൂർത്തീകരണം. മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ലക്ഷ്യം പെർഫെക്ഷൻ ആയിരിക്കണം. പെർഫെക്ഷൻ ഷുഡ് ബി യുവർ എയിം. പൂർത്തീകരണം മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അല്ലെ. അപൂർണതയിൽ നമ്മൾ വർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു വീട് പണി തുടങ്ങി, അത് പൂർത്തീകരിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. NIS പരീക്ഷയ്ക്ക് തയ്യാറാവുന്നു, പാസ്സാവുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. ഏതൊരു സ്ട്രൈവിങ്ങില്, ഏതൊരു പരിശ്രമത്തിൽ നമ്മൾ ഏർപ്പെടുന്നു. നമ്മുടെ സ്ട്രൈവ് എന്ന് പറഞ്ഞ പരിശ്രമം. പിന്നെ അടുത്തെന്താ പറയാ, ടയർലെസ് എന്ന് പറയുന്ന അർത്ഥം അശ്രാന്തമായി, നിർത്താതെ, സ്റ്റോപ്പേജ് ഇല്ലാതെ. അപ്പൊ നിർത്താതെ അശ്രാന്തമായ പരിശ്രമങ്ങള്, സ്ട്രെച്ച് ചെയ്യാതെ നീട്ടുക. ഇറ്റ്സ് ഇതിന്റെ കൈകള് ടുവേർഡ്സ് പെർഫെക്ഷൻ. നിങ്ങൾ കൈ നീട്ടിയാൽ കയ്യിൽ എന്തെങ്കിലും കിട്ടട്ടെ. ഒരു ഭിക്ഷുവിനെ അഥവാ ഒരു ഭിക്ഷാടനം നടത്തുന്ന ഒരു യാചകനെ കയ്യില് ഒരു നാണയത്തൊട്ട് വീഴുമ്പോഴല്ലേ അയാളുടെ മുഖത്ത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ
പുഞ്ചിരി വിടരുക. അതുപോലെ നമ്മൾ എപ്പോഴും പെർഫെക്ഷൻ ആയിരിക്കണം, പരിപൂർണതയായിരിക്കണം, അപൂർണതയല്ല. പെർഫെക്ഷൻ ഷുഡ് ബി യുവർ എയിം എന്നാണ് ടാഗോർ പറഞ്ഞത്. ഇതൊക്കെ മാത്രം പഠിച്ചാൽ മതി നമുക്ക് ജീവിതത്തിൽ നന്നാവൻ. നമ്മൾ പഠിക്കുകയില്ലല്ലോ, നമ്മളെ ഉൾക്കൊള്ളുകയില്ല. അപ്പൊ ടാഗോർ തൊട്ടുമ്പേ പറഞ്ഞില്ലേ എന്താ, നമ്മുടെ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻടു ഫ്രാഗ്മെന്റ് ബൈ നോമസ്റ്റിക് വാൾ. ആരും ഉൾക്കൊള്ളുന്നു? സങ്കുചിത ചിന്താധിക്കാരല്ലേ ഒട്ടുമിക്കവരും. ഈ ടെററിസം അഥവാ എന്താ പറയുക, ഭീകരവാദം, ഇതൊക്കെ പൊന്തിവിടുന്ന എന്താണ്? ഇതിൽ നിന്ന് മാത്രമാണ്. അപ്പോ ഹസ്നോ കഷ്ടകാലം, ഇതൊന്നും പഠിക്കാതെ പോകുന്ന ജനങ്ങൾ ഇന്നും അന്നും എന്നും എക്കാലവും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോ ഗീതാഞ്ജലിയൊക്കെ ഒന്ന് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. നോട്ട് ഫോർ ദ എക്സാം പർപ്പസിന് മാത്രമല്ല. അടുത്ത് പറയുന്നു എന്താ, വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻടു ദ ഡിയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു. എവിടെയാകുന്നു? വേർ ദ ക്ലിയർ സ്ട്രീം, സംശുദ്ധമായ അരുവികള്. വേർ ദ ക്ലിയർ സ്ട്രീം എന്നാണ് അരുവി. ഒരു അരുവി ഇങ്ങനെ ഒഴുകിയെത്തുന്നത് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ, അത് ഇവിടെ റീസൺ എന്ന് പറഞ്ഞ കാരണമല്ല, ഗീതാഞ്ജലി റീസൺ എന്ന് പറഞ്ഞ ചിന്തകള്. അപ്പൊ ചിന്തകളാകുന്ന സൽ അരുവികൾ ഒഴുകി ഒഴുകി ഇങ്ങനെ വരികയാണ്. എന്നിട്ടോ വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ്, നഷ്ടപ്പെടാതിരിക്കുക ഇറ്റ്സ് വേ, ഇതിന്റെ ഗതി ഇൻടു ഡിയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹെഡ്, വരണ്ട് കിടക്കുന്ന മണലാരണ്യത്തിലേക്ക് ഒഴുകിയെത്തി. അവിടെ ആ സൽചിന്തകളാകുന്ന അരുവികൾ എവിടെ വറ്റിപ്പോകാതിരിക്കുന്നു അവിടേക്ക്. മനസ്സിലായില്ലേ? അതായത് കുറെ സൽചിന്തകളാകുന്ന അരുവികൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന സ്വപ്നം കാണുക. സൽചിന്തകൾ എന്ന് പറഞ്ഞാൽ ദുർചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ല. നല്ലത് മാത്രം ചിന്തിക്കുന്നതാണ് സൽചിന്തകളാണ്. അതാണ് എന്താ സ്ട്രീം ഓഫ് റീസൺ എന്ന് പറയുന്നത്. അപ്പൊ നല്ല ചിന്തകളുടെ ഒരു അരുവി, സ്ട്രീം എന്ന അരുവി ഇങ്ങനെ എമർജ് ചെയ്ത് ഒഴുകി ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് ഒരു മണലാരണ്യം കാണുന്നത്. ഡെസേർട്ട്, ഡ്രിയറി എന്ന വരണ്ട് കിടക്കുന്ന ഡെസേർട്ട് എന്ന മരുഭൂമി. ആ മരുഭൂമിയിൽ ഈ കൊച്ചരുവി എന്ത് ചെയ്യും? മിക്കവാറും പറ്റിപ്പോകും. പക്ഷെ ടാഗോർ പറയുകയാണ്, സൽചിന്തകളാകുന്ന അരുവികൾ ഒഴുകിയെത്തി ദുരാചാരങ്ങളാകുന്ന മരുഭൂമിയിൽ വറ്റിപ്പോകാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാമാജിക മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സമാജത്തിൽ നിന്ന് ദുർചിന്തകളെ അകറ്റുന്നതിന് വേണ്ടി നമ്മുടെ ഭാരതീയരുടെ വായിൽ നിന്നെല്ലാം പുറത്തേക്ക് നിർഗളിക്കുന്നത് സൽചിന്തകളുടെ അരുവികളായിരിക്കണം എന്നാണ് ടാഗോർ പറയുന്നത്. അപ്പോൾ വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻടു ദ ഡിയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. ദുരാചാരം അല്ലെ, ഡെഡ് ഹാബിറ്റ് ആണ് ദുരാചാരം. എന്തിന്? നമ്മുടെ മുമ്പിൽ ഒരു ദുരാചാരത്തിന്റെ, സദാചാരത്തിന്റെ അല്ല, നമുക്ക് എപ്പോഴും ദുരാചാരമാണ്. ദുരാചാരത്തിന്റെ യഥാചരതേ തദാചാരം അങ്ങനെ ആദരിച്ചു പോകുന്ന അന്ധമായ വിശ്വാസം, അന്ധവിശ്വാസം, അബദ്ധമായ വിശ്വാസങ്ങൾ, ജടിലമായ വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ഈശ്വര വിശ്വാസം അല്ല വേണ്ടത്. പക്ഷെ എല്ലാവരും അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയെടുക്കുകയാണ്. ഏത് ജാതി മതം എടുത്തു കഴിഞ്ഞാലും ഒരുപാട് അന്ധവിശ്വാസത്തിന്റെ തലമുറക്കാരാണ് നമ്മൾ അധികം കാണുന്നത്. അപ്പൊ ടാഗോർ പറയുകയാണ്, ഡിയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. ഡെഡ് ഹാബിറ്റ് ആണ് ചത്ത സ്വഭാവം എന്നല്ല ഇവിടെ അർത്ഥം, ദുരാചാരം. ദുരാചാരമാകുന്ന ഒരു മണലാരണ്യം കിടക്കുമ്പോൾ അതിലേക്ക് സദാചാരമാകുന്ന ഒരു നീരരുവി ഒഴുകിയെത്തി ആ മണലാരണ്യത്തെ നനച്ചാൽ എന്താ ഉണ്ടാവുക? പിന്നെ ദുരാചാരം ഉണ്ടാവില്ല. നമ്മൾ എത്ര വിശാലമായി നോബൽ പ്രൈസ് ഒക്കെ കിട്ടുകയാണ് ഇങ്ങനെ കിൻഡിൽ അർത്ഥത്തിൽ ഉള്ള കാവ്യ സമാഹാരങ്ങൾക്കൊക്കെ തന്നെ ഗീതാഞ്ജലി നമുക്ക് ഇതിനെ നൊബേൽ സമ്മാനം എല്ലാം കിട്ടുകയുള്ളൂ. ഏതായാലും ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ് എന്നിട്ട് ലാസ്റ്റ് ടാഗോർ സംക്ഷിപ്തം കൊടുക്കുകയാണെന്ന് എന്താ പറയുന്നത്, ലാസ്റ്റ് ഒരു പറയുന്നു. കുറെ വേർ പറഞ്ഞു. അപ്പൊ നമ്മൾ കുറെ വേറുകൾ കേട്ടു അല്ലെ. നിർഭയമായി കൊണ്ട് മനസ്സുയർത്തേക്ക് വാക്കുകൾ മാത്രം സത്യത്തിന്റെ അകത്ത് നിന്ന് ഉരുവിട്ട് വരിക. ലോകത്തെ വെട്ടിമുറിക്കപ്പെടുന്നു എവിടെയെങ്കിലും അവിടേക്ക്, അങ്ങനെ അവിടേക്ക് ഇങ്ങനെ ടാഗോർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയുകയാണ്, വേർ ദ മൈൻഡ് ഈസ് ഹെൽഡ് ഫോർവേഡ് ബൈ ദി. എവിടെയാണോ മനസ്സ് നിന്നാൽ മുമ്പോട്ട് നയിക്കപ്പെടുന്നത്. മൈൻഡ് എന്ന മനസ്സ്, ലീഡിന്റെ പാർട്സ്, ലീഡ് നയിക്കുക. ലെഡ് ഫോർവേഡ് ആണ് മുമ്പോട്ട്, ബാക്ക്വേർഡ് അല്ല. നമ്മുടെ മനസ്സൊക്കെ മുമ്പോട്ടാണ് നയിക്കുന്നത് അല്ലേ. നമ്മുടെ മനസ്സ് മുമ്പോട്ട് നയിച്ചിരിക്കണം. മുമ്പോട്ട് നയിച്ചിരിക്കണം. പുറകോട്ട് ഒരിക്കലും പോയിക്കൂടാ നമ്മുടെ മനസ്സ്. അപ്പൊ വേർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ്. നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതല്ല. അത് ദൈവം തമ്പുരാൻ വിചാരിക്കണം. ബാക്കിൽ ഒരു മോട്ടിവേഷൻ ഫോഴ്സ് ഉണ്ട്. അതിന് നമ്മുടെ ദൈവമോ ഈശ്വരനോ എന്ത് പേര് വേണം കിട്ടോ. അപ്പൊ ദർ ഈസ് എ കോൺഷ്യസ്നസ് ഇൻസൈഡ്. നമുക്കൊരു ഇന്നർ ഡയമെൻഷൻ ഉണ്ട്. നമ്മളെ ബോഡി സെൻസസ് അഗ്രവേറ്റ് അല്ല, ബട്ട് ഇൻസൈഡ് ദാറ്റ് ബോഡ് ദർ ഈസ് എ കോൺഷ്യസ്നസ് സെൽഫ്. നമുക്ക് ഞാൻ എന്ന് വിവക്ഷിക്കുന്ന ഒരു ശുദ്ധബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശുദ്ധബോധമാകുന്ന ശക്തി, അതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, മനസ്സ് മുന്നിലേക്ക് നയിക്കുന്നത് അല്ലെ. വേർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് ബൈ ദീ എന്നാണ് നീ നടത്തും. നിന്നാൽ അല്ലയോ ദൈവമേ, ഹേ ദൈവമേ, നിന്നാൽ എവിടെയാണോ മനസ്സ് മുന്നിലേക്ക് നയിക്കപ്പെടുന്നെങ്കിൽ അവിടേക്ക് അല്ലെ. വേർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് ബൈ ദീ ഇൻടു എവർ വൈഡനിങ് തോട്ട്. എന്നും വിശാലമായി കിടക്കുന്ന ചിന്തകളിലേക്ക് അല്ലെ. മസ്റ്റാർഡ് ആയി കൊണ്ട് കൃഷ്ണ ഒരു കടുകുമണി പോലെയുള്ള കണ്ണുകൊണ്ട് വിശാലമായി വിശ്വപ്രപഞ്ചത്തിലെ കണ്ടും കേട്ടും കൊണ്ടും വാസിച്ചുകൊണ്ടും where the mind is led forward by the ever-binding thought and action എന്ന് പറഞ്ഞു. എന്നും വിശാലമായിരിക്കുന്ന സൽചിന്തകളിലേക്ക് ആയിരിക്കണമേ എൻ്റെ ദൈവമേ, എൻ്റെ രാജ്യത്തെ ഉണർത്തണ്ടെന്ന് പറയുന്നു. എൻ്റെ എവർ വൈഡനിങ് ആക്ഷൻ ആൻഡ് തോട്ട് എന്നാണ്. നമ്മൾ എന്നും വിശാലമായിരിക്കുന്ന തോട്ട്, ചിന്തകളിലേക്കും ആക്ഷനിലേക്കും ആയിരിക്കണം. എൻ്റെ രാജ്യമേ,
എൻ്റെ രാജ്യത്തെ അവയ്ക്ക് ഉണർത്തേണ്ടതെന്ന് പറഞ്ഞ് ടാഗോർ തൻ്റെ ഗീതാഞ്ജലിയാകുന്ന ഈ കവിതാ സമാഹാരം കൺക്ലൂഡ് ചെയ്യാൻ സംശയം അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുകയാണ് ഈ സ്റ്റാൻസയിൽ മാത്രം. ഇത് പിന്നീടും പോകുന്നുണ്ട്, 10-32 പോയിന്റ്സുകളുണ്ട്. അതിൽ ഈ ടാഗോറിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നോബൽ പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം അത്രയും അർത്ഥവ്യാപ്തിയോടുകൂടി ഓരോ വരികളും കുറിച്ചത് കൊണ്ട് തന്നെയാണ് ഗീതാഞ്ജലിക്ക് ഇങ്ങനെ നമ്മുടെ ഗീതാഞ്ജലിക്ക് ഇങ്ങനെ ഒരു നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലുള്ള ചോദ്യഭാഗങ്ങൾ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് വ്യക്തമായിട്ട് നമ്മുടെ മറ്റ് ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാര്യം മനസ്സിലാക്കും. ഇതിൽ സിമ്പിൾ ചോദ്യങ്ങളൊക്കെയാണ്. എന്താണ് വെറുതെ മൈൻഡ് ഈസ് ഇവിടെ പറയുന്നത് ചോദ്യങ്ങൾ വിത്തൗട്ട് ഫിയർ ആൻഡ് ഹെഡ് ഈസ് ഹെൽഡിംഗ് ഓൺ എന്താണ് എന്നുള്ളത് കൊണ്ട് കവി അർത്ഥമാക്കുന്ന എന്താണ്, വാട്ട് ഡസ് പോയറ്റ് മീൻ ബൈ ദ നോളജ് ഈസ് ഫ്രീ, വിജ്ഞാനം സ്വതന്ത്രം എന്ന് കവി വ്യാപിക്കുന്ന എന്താണ്, ഇങ്ങനെ സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞ റീസൺ, അതായത് ചിന്തകളെ കവി എന്തിനോട് ഉപമിച്ചിരിക്കുന്നത്, ക്ലിയർ സ്ട്രീം ഓഫ് അരുവിയോട് എന്തുകൊണ്ടാണ് കവി ഉപമിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള വാട്ട് ഡസ് പോയറ്റ് ഡിസ്ക്രൈബ് ദ ഹെവൻ ഓഫ് ഫ്രീഡം, എന്താണ് കവി സ്വാതന്ത്ര്യമാകുന്ന സ്വർഗം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത്, വാട്ട് ഡസ് പോയറ്റ് അഡ്രസ് ദി, എന്തുകൊണ്ടാണ് കവി ദി എന്ന് അഭിസംബോധന ചെയ്ത് മൈ ഫാദർ എന്ന്, അല്ലയോ സർവജ്ഞനായ എന്റെ പിതാവേ എന്നൊക്കെ ചോദിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കവിതയിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ഇല്ലാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഇനി അതിന്റെ വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പേ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.